മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. ആരവത്തിൻ്റെ 7ാമത് എപ്പിസോഡിൽ വളരെ ആകസ്മികമായി നമ്മുടെ സുഹൃത്ത് സജീവ് തങ്കപ്പൻ നമ്മളോടൊപ്പം ചേരുകയുണ്ടായി. അദ്ദേഹത്തെ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ഈ എപ്പിസോഡിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ആരവത്തിൻ്റെ ഓരോ എപ്പിസോഡുകളും മനോഹരമാക്കാൻ ഒട്ടേറെ പേർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതെ, ഇനിയുള്ള ഓരോ പ്രവർത്തനത്തിലും 10 മണിപ്പൂക്കളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് 10 മണിപ്പൂക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ആരവത്തിൻ്റെ 8ാമത് എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സഹപാഠികളെ പരിചയപ്പെടുന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മൾ അരുൺകുമാർ കിഷോറിനെയാണ് പരിചയപ്പെടുന്നത്. അരുൺകുമാർ കിഷോർ ഇപ്പോൾ എറണാകുളത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എറണാകുളത്താണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട് അടിമാലിയിലാണ്. അദ്ദേഹം നമ്മളോടൊപ്പം വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നത്. നമ്മുടെ 10 മണിപ്പൂക്കളുടെ സംഗമത്തിലാണെങ്കിൽ പോലും അവിടെ നിന്നുള്ള എറണാകുളത്തും ഭാഗത്തു നിന്നുള്ള ടീച്ചർമാരെ ഇവിടെ എത്തിച്ചത് അരുൺകുമാർ കിഷോറാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ സംഘാടകരോട് നന്ദി പറയുകയാണ്. കാരണം 36 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു പരിപാടി എല്ലാവരും ഒരുമിച്ച് ചേർക്കാൻ കഴിഞ്ഞാൽ അവരുടെ വലിയ വിജയമാണ്. ഇതിൽ പല ആൾക്കാരെയും ഒരുമിച്ച് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന 36 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുന്ന പലരും ഉണ്ട്. അപ്പോൾ പലരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ 1 മാസം മുമ്പാണ് നമ്മൾ കൂടിയത്. അപ്പോൾ അന്നൊരു പഴയ ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഫോട്ടോ വെച്ചിട്ടാണ് പലരുടെയും മുഖച്ഛായ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അന്നത്തെ മുഖച്ഛായയും എല്ലാം തിരിച്ചറിഞ്ഞത്. എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കൂടിയുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മുടെ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. എനിവേ, എൻ്റെ മുഴുവൻ പേര് അരുൺകുമാർ കിഷോർ എന്നാണ്. ഞാനിവിടെ കൂമ്പമ്പാറയിലാണ് എൻ്റെ സ്ഥലം. ഞാനിപ്പോൾ താമസിക്കുന്നത് കാക്കനാടാണ്. എനിക്ക് 2 പിള്ളേരാണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇരട്ട പിള്ളേരാണ്. പിന്നെ ഭാര്യ. താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ ഷിബി KKനെയാണ് പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരികളിൽ ഒരാളാണ് ഷിബി അടിമാലിയിലെ മന്നാങ്കാലയായിരുന്നു താമസം. ഇപ്പോൾ മൂവാറ്റുപുഴയാണ് താമസിക്കുന്നത്. നമ്മുടെ റീയൂണിയൻ പ്രോഗ്രാമിൽ അവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. എല്ലാവിധ സന്തോഷവും അറിയിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. ഷിബിയുടെ വാക്കുകളിലേക്ക് പോകാം നമുക്ക്. ഓക്കെ. എൻ്റെ വീട് മന്നാങ്കാലയാണ്. എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴയാണ്. എനിക്ക് 2 കുട്ടികൾ. മൂത്തത് മോള് +1, ഇളയത് ആൺകുട്ടിയാണ്. അവന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഒരു ഗാനം കേട്ടാലോ? നമുക്ക് ഗാനം കേൾക്കാം, തീർച്ചയായിട്ടും. നമ്മുടെ ദാനിയലിൻ്റെ മക്കൾ, ദാനിയലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മക്കളാണ് ലിഗ്നയും ഗ്ലാഡ്സനും. അവർ രണ്ടുപേരും കൂടി ആലപിക്കുന്ന ഗാനമാണ്. അവർ ഇത് കഴിഞ്ഞ എപ്പിസോഡിലും ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല പ്രേക്ഷകർക്കിടയിൽ നന്നായിട്ട് ആസ്വദിച്ചു. നല്ല അഭിപ്രായമാണ് അതേക്കുറിച്ച് ഉണ്ടായിരുന്നത്. ദാനിയലിനെ പോലെ ഈ കലാരംഗത്ത് അവരും മികച്ച താരങ്ങളായി ഉയർന്നു വരുവാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് അവരുടെ ആ ഗാനത്തിലേക്ക് പോകാം.
സനി ധനി സഗമാ മഗ സനി ധനി സഗമാ ഗ സനി ധനി സഗമാ ഗ മ ഗ സനി ധ മ ഗ മ ഗ രി സനി ധ മ ഗ മ ഗ രി സ നി ധ നി ധനി സ ധനി സ ധനി സ ധനി സ മദനി 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 ധനി സ ധനി സ ധനി സ മദനി 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 സ മദനി സ മദനി സ മദനി സ സനി നമ സനി നമ സനി നമ സനി നമ മമ ഗ സ സനി നി സ സനി നി ധ ധനി നി സ സനി നി ധ ധ പ പ മമ ഗ ഗ രി നി സ സ നി സ സ സ നി ധ സ സ സ മ ഗ സ സ സ मेरे बोलना सुन मेरे प्यार की धुन मेरे बोलना सांसों में तेरी सरगमी है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन सांसों में तेरी सरगमी है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन तेरी धड़कनों की सरगोशी मेरी धड़कनों में बजती है मेरी जागती ना होने ख्वाहिश की रही बजती है मेरे ख्याल में हर पल तेरी ख्याल शामिल है लम्हे जुदानियों वाले खुशकी बड़ी खुशकी है ओ पिया നമ്മുടെ സഹപാഠിയായിരുന്ന ടിജോ സെബാസ്റ്റ്യൻ ഇപ്പോൾ പാലാ മാർസലിവ മെഡിസിറ്റിയിലെ ജോലിക്കാരനാണ്. അദ്ദേഹത്തെയാണ് നമുക്ക് അടുത്തതായി പരിചയപ്പെടാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അദ്ദേഹത്തെയും നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. കാണാത്ത ആൾക്കാരെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, അതിലുപരി അവർ എന്താണ് അവർക്ക് പറയാനുള്ളതെന്നുള്ളത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവരുടെ ഉപദേശങ്ങൾ അതൊക്കെ അന്നത്തെ കാലത്തെ ഒരു ഭാഗ്യമായി കരുതുന്നു. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ഗുരുക്കന്മാർ പറയുന്ന അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ നമുക്കൊക്കെ അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണം എന്നുള്ളതും എങ്ങനെ ഒരു മനുഷ്യനായി തീരണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കൃത്യമായിട്ടും ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനിപ്പോൾ താമസിക്കുന്നത് പൈങ്ങോട്ടിനപ്പുറം ഞാറക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ ജോലി ചെയ്യണത് മാർസലിവ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ്, പാലായിലുള്ള. എനിക്കും എല്ലാവർക്കും. വൈഫ് സൗദി വർക്ക് ചെയ്യുന്ന നേഴ്സായിട്ട്. 2 മക്കളാണുള്ളത്. മൂത്തയാൾ ഒരു സെമിനാരിയിലേക്ക് പോയിട്ടുണ്ട്, 1 വർഷമായുള്ളൂ. CMIയിൽ ഇപ്പം മൂവാറ്റുപുഴ പ്രൊവിൻസിലാണ്. ഇളയവന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
അതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ പ്രോഗ്രാമുകൾക്ക് സാന്നിധ്യവും എല്ലാ പിന്തുണയും ഇപ്പോൾ അടിമാലിലും ഉള്ള ആളായ ബിജു ടീമിനെയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. ബിജു അടിമാലിൽ ചാറ്റുപാറയാണ് താമസിക്കുന്നത്, ബിസിനസ്സുകാരനാണ്. നമ്മുടെ ഏത് പരിപാടികളിലും എപ്പോഴും അടിമാലിയിൽ ഉള്ള ഒരാളെന്ന രീതിയിൽ നമുക്ക് ബിജു ഏറെ സഹായമായിരുന്നു. ബിജുവിൻ്റെ ആ സഹായം നമുക്ക് വീണ്ടും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോഴും അടിമാലിയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് ബിജുവിനെ ഏത് രീതിയിൽ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം. ബിജുവിൻ്റെ ഫാമിലിയിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ പേര് ബിജു എന്നാണ്. എനിക്ക് 2 മക്കളാണ്. ഒരാൾ മൂത്തയാൾ BRക്കിന് പഠിക്കുന്നു, ഫൈനൽ ഇയറാണ്. ഇളയാൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ കേരളം എന്ന് തുടങ്ങുന്ന ഗാനം പാടി പ്രേക്ഷകർക്കിടയിൽ ഇടം നേടിയ ഒരാളുടെ പാട്ടാണ് അടുത്തത്. ആരെയാന്ന് അറിയാമോ? ഫ്രണ്ട്സിന് അറിയാമോ ആരെയാന്ന്? നമുക്ക് പറയുകയാണെങ്കിൽ പഠിക്കുന്ന കാലത്ത് ആൾ ഈ രംഗത്ത് അത്ര സജീവമായിരുന്നില്ല. വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഈ രംഗത്തേക്ക് ഒന്ന് കടന്നു വന്നത്. തീർച്ചയായും വളരെ സജീവമായ രീതിയിൽ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെ നമ്മുടെ ആ പരിപാടിയിൽ ഒരു ഗാനം ആലപിക്കുകയുണ്ടായി. ഒന്നിൽ കൂടുതൽ ഗാനങ്ങൾ ആലപിക്കുകയും മറ്റ് കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഒരു സഹായി എന്ന രീതിയിൽ അതിന് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് സിദ്ദീഖ്. മാനാഹിത്തും എന്ന് പറയുന്ന ഒരു നല്ല ഹിന്ദി ഗാനമാണ് ഇതിനകത്ത് ആലപിച്ചിരിക്കുന്നത്. ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. मानाहतुम बेहद हसी ऐसे बुरे हम भी नहीं. मानाहतुम बेहद हसी ऐसे बुरे हम भी नहीं. देखो कभी तो प्यार से दर्द हो क्यों इकरार से. माना तुम बेहद हसी ऐसे बुरे हम भी नहीं. भूलता नहीं मुझको दोरा तुम हो सुकुश हो ये आकफा तेरे जीनस देखा हरा लगता हो क्यों बेसार सी. देखो कभी तो प्यार से डरते हो क्यों इकरार से. माना हो तुम बेहद हसी ऐसे बुरे हम भी नहीं.
रे साधग आसार स जय साव चुर्दु बही दुनिया कदा तोड़ो दो नदी इकरार से देखो कभी तो प्यार से डरते हो क्यों इकरार से माना हो तुम बेहद हंसी ऐसे बुरे हम भी नहीं देखो कभी तो प्यार से करते हो क्यों इकरार से Thank you. നമ്മുടെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സഹപാഠിയാണ് നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത്. സാഹിത്യ മേഖലയിൽ ഏറെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ആളും പണ്ട് മുതലേ തന്നെ കവിത, പാട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിരുന്ന ദീപ വാസുദേവ്. അതെ, ദീപ ഇപ്പോൾ UAE-യിലാണ് താമസം. എങ്കിൽ തന്നെയും ഗ്രൂപ്പിലെ നിറസാന്നിധ്യമാണ്. വളരെ തിരക്കുള്ള ആളാണ്. അതുപോലെ തന്നെ സൈക്കോളജി മാസ്റ്റർ ബിരുദത്തിന് പഠിക്കുകയും ചെയ്യുന്നു. ആ ഒപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചെറിയ ചെറിയ കവിതകളൊക്കെ പാടി ഇടുകയും മിക്കവാറും തന്നെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദീപ. ഗ്രൂപ്പിനെ എപ്പോഴും ലൈവാക്കി കൊണ്ടുപോകാൻ ദീപ വളരെ പണിപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എപ്പോൾ നോക്കിയാലും ദീപയുടെ എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് അതിനകത്ത് കാണുന്നുണ്ട്. ദീപയുടെ ഫാമിലിയെക്കുറിച്ച് നമുക്ക് അറിയാം. ദീപയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, സമയപരിമിതി മൂലം ജസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ദീപ. കഴിഞ്ഞ 11 വർഷമായിട്ട് UAE-യിലാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ സെറ്റിൽഡാണ്. 2 കുട്ടികൾ, ഭർത്താവ്, സുഖം, സുന്ദരം. താങ്ക് യു. നമ്മൾ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാരുടെയും എല്ലാവരുടെയും ഒരു വാത്സല്യനിധിയായിരുന്ന ഒരു കുഞ്ഞ് മനുഷ്യൻ, അവനെ ഓർക്കുന്നുണ്ടോ? പിന്നെ നമ്മുടെ സുരേഷ് അല്ലേ? അതെ, സുരേഷ് PK. ഞങ്ങൾ ഒരു 10-12 വർഷം, അതായത് പ്രീ ഡിഗ്രിക്ക് പോലും ഒന്നിച്ച് ആയിരുന്നു പഠിച്ചിരുന്നത്. അതിന് ശേഷവും നിരന്തരമായി ആളുമായിട്ട് സമ്പർക്കമുണ്ട്. അദ്ദേഹം അടിമാലിക്കാരനാണെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് കോതമംഗലത്താണ്. ആൾക്ക് 3 കുട്ടികളാണുള്ളത്. ആളുടെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. അതെ, ഈ വേദിയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന എൻ്റെ സഹപാഠികൾക്ക് ആദ്യം ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കണക്കിലുള്ള അറിവ് വളരെ കുറവായിരുന്നു. പക്ഷേ മാത്യു സാറിൻ്റെ ശിക്ഷണത്തിൽ എനിക്ക് കിട്ടിയ ആ വലിയ മുഹൂർത്തമാണ് ഞാൻ ഇന്ന് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണത്. ഏറ്റവും കൂടുതൽ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ തലപ്പത്തിരുന്ന് അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ വടിയുടെ ചൂട് മാത്രമാണ്. ഒപ്പം മറക്കാൻ പറ്റാത്ത മറ്റൊരാൾ കൂടി ഈ വേദിയിലുണ്ട്. ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തൊട്ടടുത്ത സ്ക്രീനിൽ അപ്പുറത്തെ കുട്ടിയോട് വർത്തമാനം പറഞ്ഞതിന് ഞാൻ ശബരിമലയ്ക്ക് മാലയിട്ടിരുന്ന സമയത്ത് എൻ്റെ പുറത്ത് ചൂരൽ കൊണ്ടടിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയുണ്ട്. മറക്കില്ലൊരിക്കലും. സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇപ്പോഴും നമിക്കുകയാണ്. ഞാൻ എൻ്റെ പേര് പറയാമല്ലോ, സുരേഷ്. ഞാൻ അടിമാലിയിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ ജീവിതം കൊണ്ടിപ്പോൾ കോതമംഗലത്താണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. മൂത്തയാൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. രണ്ടാമത്തെയാൾ 10th സ്റ്റാൻഡേർഡിൽ. മൂന്നാമത്തെയാൾ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 3 പെൺകുട്ടികളാണ്. എൻ്റെ ഭാര്യ എറണാകുളം ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.
അടുത്തായി സുനിതയെ ക്ഷണിക്കുന്നു. സുനിത. പത്തുമണിപ്പൂക്കളുടെ ഒത്തുചേരലിൽ കൾച്ചറൽ കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ വിനോദ്, അതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടികളെല്ലാം നിറസാന്നിധ്യമായിരുന്ന പ്രദീപ് എസ് കുമാർ, അവർ രണ്ടുപേരും ചേർന്ന് ആലപിച്ച മനോഹരമായ ഒരു ഗാനമാണ് മുസാഫിർ എന്ന് പറയുന്ന ഗാനം. പ്രേക്ഷകർക്ക് സുപരിചിതരാണ് രണ്ടുപേരും. അവരുടെ പാട്ടിലേക്ക് പോകാം. मुसाफिर हूँ यारो, ना घर है ना ठिकाना, എല്ലാരും വാ, തീരുവാനുണ്ടോ? मुसाफिर हो यारो, ना घर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना। मुसाफिर हो यारो, ना घर है ना ठिकाना, मुझे चलते जाना है, बस चलते जाना। കമോൺ കമോൺ, നമ്മള് ക്ലോസ് ചെയ്യണേ. എല്ലാരും വരണേ, വളരെ വേഗം. ഇടുക്കി ഡെപ്യൂട്ടി തഹസീൽദാറായി വർക്ക് ചെയ്യുന്ന കെ ശശികുമാർ. ശശികുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശശികുമാർ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ആദ്യം റീയൂണിയൻ വെച്ച് ആലോചന യോഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ റീയൂണിയനിലും വന്ന് സംബന്ധിച്ച് നിറസാന്നിധ്യമായി നിന്ന ഒരാളാണ് ശശികുമാർ. പഠിക്കുന്ന കാലത്തിലും ആൾ വളരെ ആക്റ്റീവായിരുന്നു. വളരെ ദീർഘദൂരം നടന്നു വന്ന് പഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഏറെ സ്നേഹമുള്ള ഗുരുക്കന്മാരെ, സഹപാഠികളെ, കുടുംബാംഗങ്ങളെ, എൻ്റെ പേര് ശശികുമാർ. ഞാൻ ഇടുക്കി താലൂക്കിൽ ഡെപ്യൂട്ടി തഹസിൽദാറായി ജോലി ചെയ്യുകയാണ്. ഭാര്യ ലേബർ ഓഫീസറാണ്. ഇപ്പോൾ മൂന്നാർ വർക്ക് ചെയ്യുന്നു.
എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്തയാൾ MBBS ചെയ്യുന്നു തിരുവനന്തപുരം. ഇളയയാൾ ഫാത്തിമ മാത സ്കൂളിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. വ്യക്തിപരമായി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് ചാറ്റുപാറയാണ്. ഞാൻ ഒരു 33 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ജില്ലയിൽ വന്ന് സെറ്റിലാവുന്നത്. അതിനുശേഷം ഞാൻ അതിനു മുമ്പ് മറ്റ് ജില്ലയിലായിരുന്നു. ഞാൻ കൊല്ലത്താണ്. എൻ്റെ 23 വർഷത്തെ സർവീസ് കൊല്ലമാണ്. ഇവിടുന്ന് 4 മുതൽ 10ാം ക്ലാസ് വരെ മാത്രമാണ് ഞാനിവിടെ പഠിച്ചിട്ടുള്ളത്. പിന്നീട് ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. പിന്നെ അവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് പല കാര്യങ്ങളുമായിട്ട് ഇവിടുന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വന്നു. ഞാൻ ഈ ഗുരുക്കന്മാരുടെ വാക്കുകൾ വളരെ എൻ്റെ മനസ്സിലെന്നും സൂക്ഷിക്കുന്നതാണ്. ഞാൻ എല്ലാവരോടും അതിൻ്റെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. എന്നെ ഞാനാക്കി വളർത്തിയത് ഈ സ്കൂളാണ്. ഞാൻ എപ്പോഴും ഈ സ്കൂളിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിനാണ് ഞാൻ ഈ സ്കൂളിൽ വരുന്നത്. ഞാൻ ഈ സ്കൂൾ വിട്ടു പോയതിന് ശേഷം ഈ ഉപജില്ലാ കലോത്സവത്തിനാണ് ഞാനിവിടെ വരുന്നത്. ഈ സ്കൂളിന് വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ പഠിച്ച സ്കൂളൊക്കെ മറക്കപ്പെട്ടു. എങ്കിലും ഒരു ഓഡിറ്റോറിയം, നമുക്ക് വളരെ നല്ലൊരു ഓഡിറ്റോറിയം ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എന്നെ പഠിപ്പിച്ച മാത്യു സാർ, ഞാൻ സാറിനെ മറക്കുകയില്ല. എന്നെ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. എങ്കിലും ഞാൻ നന്നായിട്ട് എൻ്റെ വില്ലേജ് സർവീസിൽ ക്യാഷ് ബുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് സാറിനെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഇനി എല്ലാവരും കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ കാൽക്കുലേറ്റർ ഇല്ലാതെ ഒരു ദിവസത്തെ ക്യാഷ് മുഴുവൻ ഞാൻ ഇങ്ങനെ കണക്ക് അല്ലാതെ ഞാൻ കാൽക്കുലേറ്റർ ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഞാൻ സാറിനെ സ്മരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ എന്നെ പഠിപ്പിച്ച സാറാണ് വത്സ സാറ്, ഗീതമാൾ സാറ്, എല്ലാവരും ഞാൻ ഓർക്കുന്നു. ഈ മോൺസ് ടീച്ചറിനോടൊരു ഒരു ക്ഷമാപണം കൂടെ ഞാൻ നടത്തുകയാണ്. ഞാൻ പഠിക്കാതെ ഇരുന്നിട്ട് ഒരിക്കൽ ഞാൻ ടീച്ചറിനെ കുറ്റപ്പെടുത്തി. ഇപ്പം ഞാൻ വളരെ ക്ഷമ ചോദിക്കുന്നു. അതായത് ഒരിക്കൽ ജോൺ സാറ് HM ആയിരുന്നപ്പം എന്തോ ഇവാലുവേഷന് ക്ലാസ്സിൽ വന്നപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടിയില്ല. എനിക്ക് പറയാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് ടീച്ചർ പഠിപ്പിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ പിന്നീട് ചിന്തിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത് വളരെ ഞാൻ ടീച്ചറിനോട് കാണിച്ച ഒരു അപമര്യാദയായിപ്പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിന് ഞാൻ ഇപ്പം വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. ഈ പരിപാടി ആസൂത്രണം ചെയ്ത എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമ്മുടെ സഹപാഠികളിൽ സുനിത അടിമാലിയിൽ താമസിച്ചുകൊണ്ട് ആയിരുന്നു ഇരുന്നത്. ഇപ്പോൾ പവർ ഹൗസിലാണ്, പള്ളിവാസൽ പവർ ഹൗസിലല്ലേ? പള്ളിവാസൽ പവർ ഹൗസിൽ ഷബീർ. വളരെ തിരക്കുണ്ടായിട്ടും കുഞ്ഞുമക്കളൊക്കെ ഉണ്ട്. വളരെ തിരക്കുണ്ടായിട്ടും നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിച്ച് അവരുടെ ആ ഒരു ഗ്രൂപ്പ് സോങ്ങിൽ ഒരു അംഗമായിരുന്നു എന്ന് തോന്നുന്നു സുനിത, അല്ലേ? എല്ലാ കാര്യങ്ങളിലും ഏറെ തിരക്കുകളുണ്ടെങ്കിൽ പോലും എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും നമ്മളോടൊപ്പം ചേരുകയും ചെയ്ത സുനിതയെ നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സുനിത ഷബീർ. എന്നെ വിവാഹം ചെയ്ത് വച്ചിരിക്കുന്നത് ചിത്തിരപുരം പവർ ഹൗസിലാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾക്ക് 10 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സ്. പിന്നെ ഇതുപോലൊരു എൻ്റെ ഗുരുക്കന്മാരെ കാണാൻ ഒരവസരം ഒരുക്കി തന്നതിന് എല്ലാവർക്കും നന്ദി. ആരവം അടുത്തതായി പ്രേക്ഷകർക്ക് വേണ്ടി സംപ്രേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ഷിനോദ്, സിദ്ദിഖ്, വിനോദ് എന്നിവർ ചേർന്നുകൊണ്ടാണ്. ഷിനോദിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തി. നമ്മുടെ സപ്ലിമെൻ്റ് കാര്യങ്ങൾക്കെല്ലാം ചെയ്തു തന്ന ആളാണ് ഷിനോദ് എന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ ഡാനിയലിനെയും വിനോദിനെയും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. അവരുടെ പാട്ട് കേട്ട് നമുക്ക് ആസ്വദിക്കാം. பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருப்பேன், எத்தனை நாளான காத்திருப்பேன். ஆளான தண்ணி கொண்டு நீ வாடாத ரோஜா கண்டு, ஆளான தண்ணி கொண்டு நீ வாடாத ரோஜா கண்டு. பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருப்பேன், எத்தனை நாளான காத்திருப்பேன். அசரத வசலடி யாரு போகு
யானையோடு நீயும் பந்தயமா போட வந்தே பட்டத்து யானையோடு நீயும் பந்தயமா போட வந்தே பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருப்பேன் நான் எத்தனை நாளா நான் காத்திருப்பேன் റൊട്ടിലയെ എട്ടെഴുതി രോഗയിലെ മയ്യെഴുതി റൊട്ടിലയെ എട്ടെഴുതി രോഗയിലെ മയ്യെഴുതി എന്നമുരുകും നേരം എല്ലാം നീയും മനമുരുകിയാലേ നമ്മ എമ്മയുരുകും നേരം എല്ലാം നീയും മനമുരുകിയാലേ നമ്മ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാന കാത്തിരുപ്പേൻ எத்தனை நாளா நான் காத்திருப்பேன் கை நீட்டி பச்சை குத்தி கணவனோடே பேரெழுதி கை நீட்டி பச்சை குத்தி என் கணவனோடே பேரெழுதி என் கணவன் சரியா இருந்தால் நான் மனமுருகியானே நம்மா என் கணவன் சரியா இருந்தால் நான் மனமுருகியானே நம்மா பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருப்பேன் நான் எத்தனை நாளா நான் காத்திருப்பேன் നീട്ടി പച്ച കുത്തി എൻ മാമനോടെ പേരെഴുതി പെരന്തീട്ടി പച്ച കുത്തി എൻ മാമനോടെ പേരെഴുതി എൻ മാമൻ ശരിയായിരുന്നാൽ നാനും മനമുരുകിയാലേ നമ്മ എൻ മാമൻ ശരിയായിരുന്നാൽ നാനും മനമുരുകിയാലേ നമ്മ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തனை നാളാ நான் காத்திருப்பேன் எத்தனை நாளா நான் காத்திருப்பேன் யானை வந்தே சேனை வந்தே ஆயிரமா செசினத்தி ஆனை வந்தே சேனை வந்தே ஆயிரமா செசினத்தி புதுடி பரிசம் போட்டு கல்யாணம் பண்ணிக்க வேண்டும் ஐயா புதுடி பரிசம் போட்டு கல்யாணம் பண்ணிக்க வேண்டும் ஐயா பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருப்பேன் எத்தனை நாளா நான் காத்திருப்பேன் ஆளான கண்ணி கொண்டு நான் ரோஜா தண்டு ஆளான கண்ணி கொண்டு வாடாத ரோஜா தண்டு பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருப்பேன் நான் எத்தனை நாளா நான் காத்திருப்பேன் நான் எத்தனை நாளா நான் காத்திருப்பேன். Thank you. നമ്മൾ വിഷ സെഗ്മെൻറ്റിലേക്കാണ് ഇനി പോകുന്നത്. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday. നമ്മന്ന് രണ്ടുപേരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണുള്ളത്. ഒന്ന് നമ്മുടെ ഷാനവാസും ഒന്ന് നമ്മുടെ സൈനുബയും. ഷാനവാസിനും റസിയയ്ക്കും എല്ലാവിധ മംഗളാശംസകളും നമ്മൾ 10 മണി പൂക്കളുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്.
ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഷാനവാസ് ആൻഡ് റസീന. അടുത്ത് സൈനബയുടെയും മൂസാക്കാടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. സൈനബയെ നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു. സൈനബയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി സൈനബ ആൻഡ് മൂസായിക്ക. പത്തുമണി പൂക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്ന ആരവത്തിൻ്റെ 8ാമത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഏറ്റവും നല്ല അഭിപ്രായത്തിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഈ എപ്പിസോഡിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്കറിയാം നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ട്, വ്യൂസ് കൂടുന്നതായി കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വ്യൂസിൻ്റെ അതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് കൂടുന്നില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാമിലിയിലെ ഓരോ മെമ്പർമാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ സബ്സ്ക്രൈബർ ലിസ്റ്റിൽ എണ്ണം കൂടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു 10 പേരെ വീതം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള പ്രത്യേക സമ്മാനം നമ്മൾ ഏർപ്പെടുത്തുന്നതാണ്, അത് ലഭിക്കുന്നതാണ്. അതിൻ്റെ വിവരങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ഇതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. 10 മണിപ്പൂക്കളുടെ അടുത്ത ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.